ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമാവുന്ന ശൂനോയോ നോയമ്പ് കർത്താവിന്റെ അമ്മയായ മറിയയുടെ വാങ്ങിപ്പുമായി ബന്ധപ്പെട്ട് സഭ അനുഷ്ഠിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ശൂനോയോ നോയമ്പ്. വിശുദ്ധയായ അമ്മയെ, കന്യാമറിയമ്മിനെ ഓർക്കുന്ന ഈ 15 ദിവസം ഏറ്റവും അനുഗ്രഹകരമായി ഈ നോയമ്പ് നോക്കുവാനായിട്ട് ഇടയായിത്തീരണം. പ്രത്യേകിച്ച് എന്റെ വ്യക്തിഗതമായ അഭിപ്രായത്തിൽ അമ്മമാരെ നോക്കേണ്ടത് ആവശ്യമാണ്. സ്കൂളിലെ വിദ്യാഭ്യാസം നടത്തുമ്പോൾ പറയാറുണ്ട്, ഒരു പുരുഷനെ പഠിപ്പിച്ചാൽ ഒരു വ്യക്തി പഠിക്കും, ഒരു സ്ത്രീയെ പഠിപ്പിച്ചാൽ ഒരു കുടുംബം പഠിക്കും. അതുകൊണ്ട് തന്നെ അമ്മമാര് ഈ നോയമ്പ് നോക്കുകയും കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. എന്റെ ദൗത്യം ഈ 15 ദിവസം കന്യാമറിയാമിനെ കുറിച്ചുള്ള ചിന്തകൾ, വേദപുസ്തക വരികളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ്. അത് അറിവിന്റെ ചിന്തകൾ മാത്രമാണ്. ധ്യാന ചിന്തകൾ ബഹുമാനപ്പെട്ട സഖ്യറച്ചനെ പോലുള്ള ആളുകൾ, വന്യരായ ഗുരുക്കന്മാരത് പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് വേദപുസ്തകത്തിൽ ലഭിക്കുന്ന ചില അറിവുകൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കന്യാമറിയാമും ത്യാഗജീവിതവും എന്ന് പറയുന്ന വിഷയം. ഇത് ഇടവകയിൽ ഓരോ ദിവസം നടത്തപ്പെടുന്ന ധ്യാനയോഗങ്ങളിൽ ധ്യാനം നയിക്കുന്നവർക്ക് കൂടുതൽ പഠനവിധേയമാക്കിയിട്ട് ധ്യാനം അവതരിപ്പിക്കാനായിട്ട് കഴിയും. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകളിൽ ഒന്നാണിത്. ഇത് സമർപ്പണത്തിൻ്റെതൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാനിതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ത്യാഗത്തിന്റെ ഒരു വാക്കായിട്ടാണ്. എന്തുകൊണ്ട്? എനിക്ക് എന്ത് കിട്ടുമെന്ന് അമ്മ ചിന്തിക്കാതെ കന്യാമറിയാമിന്റെ അടുക്കൽ ദൂതൻ വന്ന് വ്യക്തമായി ഈ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കെന്ത് കിട്ടുമെന്ന് ഒരു ചോദ്യം പോലും ചോദിക്കാതെ അമ്മ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. എനിക്കെന്ത് ലാഭമെന്നുള്ളതല്ല, എനിക്കെന്ത് പ്രയോജനമെന്നല്ല, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കന്യക ഗർഭം ധരിച്ച സമയം മുതൽ നമുക്കറിയാം, ഒരുപാട് സ്വപ്നങ്ങൾ ത്യജിച്ചവളാണ് കന്യകയമ്മ. ജീവിതത്തിൽ ഒരു കന്യക അല്ലെങ്കിൽ ഒരു നല്ല സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങേണ്ട, കുടുംബജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങേണ്ട സമയത്ത് അത് ത്യജിച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചു. ജീവിതത്തിന്റെ അവസാനം യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തിന്റെ സമയത്തും കന്യാമറിയാമിന്റെ ജീവിതം അവസാനിക്കുന്ന AD 50 വരെയുള്ള കാലഘട്ടങ്ങളിലും അമ്മയുടെ ജീവിതം പൂർണ്ണമായി മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാൻ തയ്യാറായിരുന്നു. എഫ്രൈം മലനാട്ടിലേക്ക് ബന്ധപ്പെട്ടു പോയി എലിസബത്തിനെ കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ദൈവത്തിന്റെ അമ്മയെ കാണുന്നുണ്ട്. കാനാവിലെ കല്യാണത്തിന് ത്യാഗം സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെലവഴിക്കുകയും അവിടെ ആരും കന്യാമറിയാമിനെ വാഴ്ത്തിപ്പാടിയതായിട്ട് പറയുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഒരു ത്യാഗത്തിന്റെ അനുഭവമാണ് കന്യാമറിയാമിന്റെ ജീവിതത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയുന്നത്. എനിക്ക് എന്ത് കിട്ടും എന്നുള്ള സങ്കല്പത്തിലുപരിയായി എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ള ചിന്ത നമ്മയും ഭരിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ നോയമ്പ് നോക്കുമ്പം ഏറ്റവും അത്യാവശ്യമാണ്. ഒരു കുടുംബജീവിതം, അതിലൊത്തിരി ത്യാഗമുണ്ട്. നമ്മൾ ഈ കാണുന്ന കല്യാണത്തിന് വിഷിംഗ് യു ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുന്ന അല്ല ജീവിതം. അങ്ങനെയാണെന്ന് സങ്കല്പിച്ചപ്പോഴാണ് അതിനകത്ത് പരാജയങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആള് ഏറെ ത്യാഗം സഹിച്ചേ മതിയാകുള്ളൂ, ഏറെ കഷ്ടതകൾ അനുഭവിച്ചേ മതിയാകുള്ളൂ. ഒരമ്മ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരമ്മ ഒരു കുടുംബത്തിന് വേണ്ടി അരഞ്ഞു തീർന്നേ മതിയാകുള്ളൂ. ഓരോ തലത്തിലും സന്യസ്തരാണെങ്കിൽ അവരുടേതായ രീതിയിൽ സമൂഹത്തിന് വേണ്ടി ത്യാഗം സഹിച്ചേ മതിയാകുള്ളൂ. ഈ ത്യാഗം സഹിക്കുവാനായി ഇന്ന് ആളുകൾ, ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ തയ്യാറല്ലാതെ വന്നപ്പോഴാണ് സെൽഫിഷ്നെസ് കൂടിക്കൊണ്ട് ഈ ലോകം തന്നെ നാശത്തിലേക്ക് പോയത്. മാറി ചിന്തിക്കേണ്ട കാലമാവുന്നു. പരിശുദ്ധ അമ്മ നൽകുന്ന 1-ാമത്തെ പാഠവും ത്യാഗജീവിതമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധയായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ. ദൈവം സഹായിക്കട്ടെ.